ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. പി എസ് സി ചലഞ്ചറിൻ്റെ ഏറ്റവും പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു 20 വീഡിയോ ക്ലാസ്സുകളുടെ ആരംഭമാണ് ഇന്ന്. എന്താണ് 20 വീഡിയോ ക്ലാസ്സുകൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി. മക്കളെ, വരാൻ പോകുന്ന നമ്മുടെ 10th പ്രിലിംസ് എക്സാം എനിക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS ആണ്. ഓക്കെ, മുൻ വർഷങ്ങളിൽ കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്കും 10th പ്രിലിംസ് പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ഒരു 20 ടോപ്പിക്കുകളിലെ 20 ഭാഗങ്ങൾ അല്ലെങ്കിൽ 20 വ്യത്യസ്തമായ വീഡിയോകളുമായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന്. ഒരു എപ്പിസോഡിൽ നിന്നും 1 മാർക്ക് ഉറപ്പ്, ഒറ്റ ക്ലാസ്സിൽ 1 മാർക്ക് ഉറപ്പായിരിക്കും. അങ്ങനെ 20 വീഡിയോ ക്ലാസ്സുകളിലൂടെ 20 മാർക്ക്. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആദ്യത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടോ അത് കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ തുടർന്നുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളിലോട്ട് ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ആരെങ്കിലും മറന്നു പോയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കൂടാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്താൽ നമ്മൾ അപ്പം അപ്ലോഡ് ചെയ്യുന്ന ഓരോ അപ്ഡേഷൻസും അതേപോലെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതാ ചോദ്യത്തിലോട്ട് കിടക്കുന്നു. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്, ഒരു ക്ലാസ്സിൽ നിന്നും 1 മാർക്ക് ഉറപ്പ്. അപ്പം ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭിന്നസംഖ്യകൾ എന്നൊരു പാഠമാണ്. ഭിന്നസംഖ്യകളിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന മക്കളെ, ഞാൻ ലെങ്തി ആയിട്ടൊരു വീഡിയോ അല്ല ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒറ്റ മാർക്ക് ഉറപ്പിക്കണം. ഓക്കെ, അതിന് ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്: 3-1-നും 2-1-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഇതാണ് ചോദ്യം. മക്കളെ, 3-1-നും 2-1-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഒരു 4 ഓപ്ഷൻ കൊടുത്ത കണ്ടോ: 12/15, 2/3, 5/6, 5/12. ഓക്കെ, ഇതാണ് 4 ഓപ്ഷൻസ്. ഇതിനകത്തിൽ ആരാണ് 3-1-നും 2-1-നും ഇടയിലുള്ള ഭിന്നസംഖ്യ എന്ന് പറയണം. ഞാനിത് പറഞ്ഞോട്ടെ. ഇങ്ങനൊരു ചോദ്യം സർവ്വസാധാരണമായിട്ട് എല്ലാവരും കണ്ട് ശീലമുള്ളതാണ്. കാര്യം PSC ഒരുപാട് തവണ 10th ലെവൽ പരീക്ഷകളിൽ ചോദിച്ചൊരു ചോദ്യം. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പം ആദ്യം എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാ. അതായത് മക്കളെ, ഇന്നതിനും ഇന്നതിനും ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടെത്തുക എന്ന് പറയുമ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ അംശങ്ങളെ തമ്മിൽ അങ്ങ് കൂട്ടണം. 3-1-നും 2-1-ൻ്റെയും അംശങ്ങളെ എടുക്കണം. 1-ഉം 1 കൂട്ടിയാൽ എത്ര? 1 1 കൂട്ടിയാൽ 2. അത് അംശമായിട്ട് അങ്ങ് എഴുതണം. അതേപോലെ ഈ ഛേദവും ഈ ഛേദവും കൂട്ടണം. ഛേദവും തമ്മിൽ കൂട്ടിയ എത്ര? 3-ഉം 2 കൂട്ടിയ എത്ര മക്കളെ? 5. അത് ഛേദമായിട്ടും അങ്ങ് എഴുതണം. അംശങ്ങളെ തമ്മിൽ കൂട്ടി അംശമായിട്ടും ഛേദങ്ങളെ തമ്മിൽ കൂട്ടി ഛേദമായിട്ടും എഴുതണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2/5 എന്നൊരു സംഖ്യ കിട്ടും. നിങ്ങൾ നോക്കണം, ഇത് ഓപ്ഷനിലുണ്ടോ? ഇത് ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഇത് ഓപ്ഷനിലുണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നു ശരിയുത്തരം. ഇത് ഓപ്ഷനിലുണ്ടായിരുന്നെങ്കിൽ ഇതാണ് ശരിയുത്തരം. എന്നാൽ നിർഭാഗ്യവശാൽ ഇത് ഓപ്ഷനിലില്ല. PSC ഇപ്പോൾ ഇങ്ങനെ നേരിട്ട് തരുന്ന ഉത്തരം കൊടുക്കാറില്ല. എന്നാൽ 2/5 ഉണ്ടെങ്കിൽ അതാണ് ശരിയുത്തരം. എന്നാൽ അതില്ല. ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. കേട്ടു. നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, സാധാരണയായിട്ട് PSC ചോദിക്കുന്നതാണ് 4 സംഖ്യകൾ എന്നിട്ട് വലുതേത് ചെറുതേത്. ഒരു 4 ഭിന്നസംഖ്യ എന്നിട്ട് വലുതേത് ചെറുതേത്. അതേപോലെ ഈ 2 ഭിന്നസംഖ്യകൾക്കിടയിലുള്ള ഭിന്നസംഖ്യ കണ്ടെത്തുക. അതുപോലെ ആരോഹണ ക്രമത്തിൽ എഴുതുക, അവരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് തുടങ്ങുന്ന ഏത് ചോദ്യം ചോദിച്ചാലും മക്കളെ, ഏത് ചോദ്യം ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് പറയുന്നത്. ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ കാണുന്ന സകലമാന ഭിന്നസംഖ്യയുടെയും മുകളിൽ മാത്രം 2 0 ചേർക്കണം. മുകളിൽ മാത്രം 1 0 ചേർത്താൽ ഉത്തരം കിട്ടും ചിലയിടത്ത്. എന്നാൽ ചിലയിടത്ത് പിന്നെയും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് വേറെ ഒരു എക്സെപ്ഷനും പഠിക്കണ്ട. എന്താ മകളെ, മുകളിൽ മാത്രം 2 0 ചേർക്കണം. ഇവിടെ കാണുന്ന 6 ഭിന്നസംഖ്യകളുണ്ട്. 4 ഓപ്ഷനിൽ, 2 ചോദ്യത്തിൽ. 6 ഭിന്നസംഖ്യകളുടെയും മുകളിൽ മാത്രം 2 0 ചേർക്കണം. എന്നിട്ടോ താഴെയുള്ള സംഖ്യ കൊണ്ട് ഹരിക്കണം. ഹരിക്കുമ്പം പോയിന്റ് വരുവാണെങ്കിൽ പോയിന്റ് എടുക്കണ്ട, എണ്ണൽ സംഖ്യ മാത്രം എടുത്താൽ മതി. എണ്ണൽ സംഖ്യ മാത്രം എടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം മക്കളെ. ഇവിടെ മുകളിൽ മാത്രം ഞാൻ 0 ചേർക്കുമോ? മുകളിൽ മാത്രം 2 0 ചേർക്കുന്നു, 100. 100/3. ഇവിടെ
മുകളിൽ മാത്രം 2 0 ചേർക്കുന്നു 100. 100/2. അപ്പം 100/3 എത്ര എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം 100നെ കറക്റ്റ് 3 ഭാഗിച്ചാൽ അത് 33.333333 എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ശരിയാണോ? അപ്പം 0.333 എടുക്കണ്ട, 33. ഇനി എനിക്ക് എങ്ങനെ വേഗം കിട്ടിയെന്ന് വെച്ചാൽ എനിക്കറിയാം 100നെ കറക്റ്റ് 3 ആക്കിയാൽ 33.33. ഇനി അറിയാത്തവർ ഇങ്ങനെ ചെയ്തോ മക്കളെ, വെട്ടാം, ഇവിടെ അങ്ങ് വെട്ടാം. 3-നകത്ത് 3 ഒരു തവണ, 10-നകത്ത് 3 തവണ 9, ശിഷ്ടം 1, ഇവിടെ 10ലോട്ട് 1 കൊടുക്കുമ്പോൾ 10 ആയി. 10-നകത്തിന് വീണ്ടും 3 വട്ടം 33 മതി. കണ്ടോ 33 കിട്ടിയണ്ടോ? എടാ 33 കിട്ടി. പോയിന്റ് ഒന്നും വേണ്ട, പോയിന്റ് എടുക്കേണ്ട എണ്ണൽ സംഖ്യ മാത്രം. 100/2 അത് 50 ആണെന്ന് അറിയാത്ത ആരും ഇല്ലല്ലോ. 100/2 50. അപ്പം നമുക്ക് മനസ്സിലായി. എടാ ദാ 33നും 50നും ഇടയിലുള്ള സംഖ്യ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം മാറി കണ്ടോ മക്കളെ? 33നും 50നും ഇടയിലുള്ള സംഖ്യ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം മനസ്സിലായോ? 33നും 50നും ഇടയിലുള്ള സംഖ്യ കണ്ടെത്തിയാൽ മതി. അപ്പം നമ്മൾ എന്തോ ചെയ്യേ? ഇവിടെ ചെയ്ത അതേ പ്രോസസ്സ് ഇവിടെയും ചെയ്യാൻ പോവുക. അതിന് നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഓപ്ഷനെ വെട്ടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കിക്കൂ. ചെറുതാക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മേളിൽ 0 ചേർത്താൽ മതി. അപ്പോൾ എനിക്ക് ആദ്യം 12/15 വെട്ടാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. 12നെയും 15നെയും 3 കൊണ്ട് വെട്ടാം. അപ്പം മക്കളെ 4/5 എന്ന് വരത്തില്ലേ? 12നെ 3 കൊണ്ട് കിട്ടുമ്പോൾ 4, 15നെ 3 കൊണ്ട് കിട്ടുമ്പോൾ 5, അപ്പോൾ 4/5 എന്ന് വരും. എന്നിട്ട് അവരുടെ മാത്രം മുകളിൽ 2 0 ചേർക്കുന്നു, 5 കൊണ്ട് ഹരിക്കുന്നു. ഇവിടെ വെട്ടാൻ പറ്റത്തില്ല, അപ്പോൾ 200/3. ഇവിടെ വെട്ടാൻ പറ്റത്തില്ല, അപ്പം 500/6. ഇവിടെ വെട്ടാൻ പറ്റത്തില്ല, 500/12. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ഇനി കുറച്ച് പേരുണ്ട് ഇതിങ്ങനെ എഴുതിയാലും അവർക്ക് മതിയാവത്തില്ല. അവർക്ക് 400/5 ഇങ്ങനെ തന്നെ എഴുതണം. മക്കളെ ഇങ്ങനെ തന്നെ എഴുതാം, സമയം കളയരുത്. നിങ്ങളിതാ ഇവിടെ തന്നെ ഇട്ടങ്ങ് വെട്ടാൻ പഠിക്കണം. എങ്ങനെ വെട്ടും? 5-നകത്ത് 5 ഒരു തവണ. ഓക്കെ, 4-നകത്തില്ല, 40-നകത്ത് 5 8 തവണ, 8 വരും. ഇനി ഞാൻ പറയുന്ന മറ്റൊരു കാര്യം കേട്ടോണേ. ഞാനേ ഈ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. കാരണം എടാ ഞാൻ ഈ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്താലും എനിക്ക് 80-ൽ തുടങ്ങുന്നൊരു സംഖ്യയിലേക്ക് കിട്ടുന്ന 80. ഉദാഹരണം 80 തൊട്ട് 80 കിട്ടാം, അല്ല 81 കിട്ടാം, 82, 83, 84, 85, 86, 87, 88, 89. കാരണം എന്താ? എടാ എനിക്ക് ഫസ്റ്റ് നമ്പർ കിട്ടി 8. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാനിത് കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന 80-ൽ തുടങ്ങുന്ന സംഖ്യ. നിങ്ങൾ നോക്ക്, നമുക്ക് എവിടം തൊട്ടുള്ള സംഖ്യ മതി? എടാ 33നും 50നും ഇടയ്ക്കുള്ള സംഖ്യ മതി. ശരിയാണോ? എടാ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടോ? അത്യാവശ്യം മൂളയുള്ള പിള്ളേരാണെന്ന് ചിന്തിക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ശരി, എങ്കിലും ഒരു സൗന്ദര്യത്തിന് വേണ്ടി ഞാനും കംപ്ലീറ്റ് ചെയ്യാം ഒന്നുകൂടെ. അപ്പോൾ 5-നകത്ത് 5 ഒരു തവണ, 40-നകത്ത് 5 8 തവണ, 8 5 40. അവിടെ കംപ്ലീറ്റ് ആയേ. പിന്നെ ഒരു 0 ഉണ്ട്, ആ 0 എടുത്ത് എഴുതിയാൽ മതി 80. 33ൻ്റെ 50ൻ്റെ ഇടയ്ക്കാണോ 80? അല്ല. ശരി, നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ വെട്ടിയാൽ മതി. അല്ലാതെ വേണ്ട കുറേ പിള്ളേർ ചെയ്യുന്ന പോലെ 200/3 ഇങ്ങനൊന്നും എഴുതാൻ പോകരുത് മക്കളെ. ഇവിടെ തന്നെ അങ്ങ് വെട്ടണം. 3-നകത്ത് 3 ഒരു തവണ, 20-നകത്ത് 6 3 18. നിങ്ങൾ നോക്ക്, ഈ ഡിവിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം? വേണ്ട. കാരണം എന്താ? എടാ എനിക്കിത് കംപ്ലീറ്റ് ചെയ്താലും കിട്ടുന്ന 60-ൽ തുടങ്ങുന്നൊരു സംഖ്യയല്ലേ? 60-ൽ തുടങ്ങുന്ന സംഖ്യ എനിക്ക് വേണ്ടതോ? എടാ 33ൻ്റെ 50ൻ്റെ ഇടയ്ക്കുള്ള സംഖ്യ, 33ൻ്റെ 50ൻ്റെ ഇടയ്ക്കുള്ള സംഖ്യ. എനിക്ക് കിട്ടുന്നത് 60 എന്ന സംഖ്യ. വേണ്ട, കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ഒരു സൗന്ദര്യത്തിന് വേണ്ടി ഞാൻ ചുമ്മാ അങ്ങ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ, 3-നകത്ത് 3 ഒരു തവണ, 20-നകത്ത് 6 3 18, ശിഷ്ടൻ 2, ആ 2 എടുത്ത് അപ്പുറത്ത് കൊടുത്താൽ വീണ്ടും 20, 20-നകത്ത് 3 വീണ്ടും 6 3 18 66. നമുക്കറിയാം എന്തായാലും 66 33ൻ്റെ 50ൻ്റെ ഇടയ്ക്കല്ല. അടുത്തത് 6-നകത്ത് 6 ഒരു തവണ, 50-നകത്ത് 6 8 48, 6 8 തവണ 48. അപ്പോഴും മനസ്സിലായ മക്കളെ എന്താ? 33ൻ്റെ 50ൻ്റെ ഇടയ്ക്കല്ലടാ 80-ൽ തുടങ്ങുന്ന സംഖ്യ. ഇതും കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. പിന്നെ ഞാനങ്ങ് ചെയ്യുക. ശരി, അപ്പം 6-നകത്ത് 6 ഒരു തവണ, 50-നകത്ത് 6 8 തവണ 48, ശിഷ്ടൻ 2, 2 എടുത്ത് അപ്പുറത്ത് കൊടുത്താൽ 20 ആയി. 20-നകത്ത് 6 3 തവണ, കണ്ടോ 83 എന്ന് വരും. അപ്പോഴേ മനസ്സിലായി ഉത്തരവന കാര്യം ഇവന്മാർ 3 പേരുടെ അവരുടെ ഇടയ്ക്കല്ല. അപ്പോൾ പിന്നെ ഇവരല്ലടാ ഉത്തരം. ശരി, നമുക്ക് നോക്കാം. 12-നകത്ത് 12 ഒരു തവണ, 50-നകത്തോ 12 4 തവണ 48,
എടാ 12 4 തവണ 48, അപ്പോഴേ മനസ്സിലായി 40യിൽ തുടങ്ങുന്ന സംഖ്യ. എടാ 40യിൽ തുടങ്ങുന്ന സംഖ്യ ഇതിൻ്റെ ഇടയ്ക്കല്ലേ വരുന്നത്? ആണ് ആണ്. ശരി, നമുക്ക് ബാക്കി ചെയ്യാം. 12-നകത്ത് 12 ഒരു തവണ, 50-നകത്ത് 12 4 തവണ 48. ശിഷ്ടൻ 2, രണ്ടിടത്ത് അപ്പുറത്ത് കൊടുത്ത 20 ആയി. 20-നകത്ത് 12 ഒരു തവണ 41. ഇനി നിങ്ങൾ പറ, എടാ 33ൻ്റെ 50ൻ്റെ ഇടയ്ക്കല്ലേ മക്കളെ 41? ആണ് ആണ്. ശരിയുത്തരം ദാ 5/12. ശരിയുത്തരം 5/12. മക്കളെ ശരിയുത്തരം 5/12. ഈ പറഞ്ഞത് മനസ്സിലായോ? ഈ പറഞ്ഞത് പിടികിട്ടിയോ? വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ദാ വളരെ വേഗത്തിൽ ദാ ഇനി സ്പീഡിൽ ചെയ്യുന്ന കാണിച്ചു തരട്ടെ. ഈ സെയിം സാധനം മക്കളെ ഹരിക്കാൻ അറിയാവുന്ന ഏതൊരാൾക്കും സ്പീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ചോദ്യം ദാ 1/3-നും 1/2-നും ഇടയിലുള്ള ഭിന്നസംഖ്യ. നിങ്ങൾ ആദ്യം നോക്കണം, 1 1 കൂട്ടി 2, 3 2 കൂട്ടി 5. ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല, 2/5 ഇല്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ ചെയ്യുന്നത് ദാ മുകളിൽ മാത്രം 0 ചേർക്കും. മക്കളെ ഇവിടെ 100/3 എനിക്കറിയാതെ 33. മക്കളെ 100/2 എനിക്കറിയാം 50. മനസ്സിലായി? 33ൻ്റെ 50ൻ്റെ ഇടയ്ക്കുള്ള സംഖ്യ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഇവരെ എന്ത് ചെയ്തോ അത് തന്നെ 4 ഓപ്ഷനെയും ചെയ്യാൻ പോവാം. മുകളിൽ മാത്രം 2 0 ചേർക്കും, താഴത്തെ സംഖ്യ കൊണ്ട് ഹരിക്കും. പോയിന്റ് എടുക്കത്തില്ല, എണ്ണൽ സംഖ്യ മാത്രം. അപ്പോൾ ആദ്യം ഇവനെ വെട്ടുമ്പം ഇവനെ വെട്ടാൻ പറ്റുന്നുണ്ട്, വെട്ടുക. 4/5. ശരി, മുകളിൽ പോയിന്റ് ചേർക്കുന്നു. ഇവിടെ തന്നെ വെട്ടിപ്പോവാണേ. 5-നകത്ത് 5 ഒരു തവണ, 40-നകത്ത് 8 5 40, 0 അങ്ങനെ 80. 33ൻ്റെ 50ൻ്റെ ഇടയ്ക്കല്ല 80. അപ്പം ഇവനല്ല. അടുത്ത ഇവിടെ വെട്ടാൻ പറ്റത്തില്ല, അതുകൊണ്ട് മുകളിൽ 0 ചേർക്കുന്നു. 200. 200/3. 3-നകത്ത് 3 ഒരു തവണ, 20-നകത്ത് 6 3 18. ശിഷ്ടൻ 2, 20-നകത്ത് വീണ്ടും 6 3 18. എടാ 33ൻ്റെ 50ൻ്റെ ഇടയ്ക്കല്ല 66. അപ്പോൾ ഇവനുമല്ല. അടുത്ത ഇവിടെ മുകളിൽ 0 ചേർക്കുന്നു. 500/6. 6-നകത്ത് 6 ഒരു തവണ, 50-നകത്ത് 6 8 തവണ 48. ശിഷ്ടൻ 2, 20-നകത്ത് 6 3 തവണ 18. ദാ മനസ്സിലായി? എടാ 33ൻ്റെ 50ൻ്റെ ഇടയ്ക്കല്ല 83. അപ്പോൾ ഇവനുമല്ല. എങ്കിൽ ഇവനാ ഉത്തരം. എങ്കിലും ചെയ്യാം. 500/12. 12-നകത്ത് 12 ഒരു തവണ, 50-നകത്ത് 12 4 48. ശിഷ്ടൻ 2, 20-നകത്ത് 1 12 12. കണ്ടോ? 33ൻ്റെ 50ൻ്റെ ഇടയ്ക്കാണ് 41. അതുകൊണ്ട് ഇവനാണ് ശരി ഉത്തരം. ദാ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മക്കളെ, നമുക്ക് വേഗത്തിൽ ദാ ഇതിനകത്തിൽ ഏറ്റവും വലുതാരാന്ന് പറയാൻ പറ്റും. ദാ ഇവനാണ് ഏറ്റവും വലുത്. കണ്ടോ? ഏറ്റവും ചെറുതാരാന്ന് പറയാൻ പറ്റും. ദാ ഇവനാണ് ഏറ്റവും ചെറുത്. ഇനി ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറ്റും. കണ്ടോ? ഏറ്റവും ചെറുത് ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്. അവരോഹണ ക്രമത്തിൽ എഴുതാൻ പറ്റും. കണ്ടോ? എടാ വലുതാരി എന്ന് ചോദിച്ചാലും ചെറുതാരി എന്ന് ചോദിച്ചാലും ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാലും അവരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാലും 2 ഭിന്നസംഖ്യയുടെ ഇടയിലെ ഭിന്നസംഖ്യ പറഞ്ഞാലും മക്കളെ ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ മതി. ഈ ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരോഹണം അല്ലെങ്കിൽ അവരോഹണ ക്രമമൊക്കെ എഴുതണമെങ്കിൽ കുറേ സ്റ്റെപ്പ് ചെയ്യണം. ക്രോസ് ഗുണിച്ചൊക്കെ കുറേ ചെയ്യും. ഇതാകുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ പണി തീരും. പറഞ്ഞിട്ട് മനസ്സിലായോ? നമുക്ക് 2-3 ചോദ്യങ്ങളൊന്നും നോക്കാം. ഇതാ നോക്ക്. 4-നും 3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഓക്കെ, ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ? നിങ്ങൾ ആദ്യം ദാ ഇതും ഇതൂടെ കൂട്ടണം. മക്കളെ ഒന്നുകൂടെ കൂട്ടി 2. അടുത്ത ദാ ഈ ചേരവും തമ്മിൽ കൂട്ടണം. 4 3 കൂട്ടണം 7. 2/7 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? 2/7 എന്നൊരു ഓപ്ഷൻ ഇല്ല. 2/7 ഓപ്ഷൻ ഇല്ല. ഇതുണ്ടായിരുന്നെങ്കിൽ ഇതാ ഉത്തരം. ഇനി നോക്ക്, ഏതെങ്കിലും ഓപ്ഷനെ വെട്ടി ചെറുതാക്കാൻ പറ്റുമോ? നോക്കി, പറ്റും. 4/14. 4നെയും 14നെയും നിങ്ങൾ 2 കൊണ്ടൊന്ന് വെട്ടിയേ മക്കളെ. 4നെ 2 കൊണ്ട് കിട്ടുമ്പോൾ 2, 14നെ 2 കൊണ്ട് കിട്ടുമ്പോൾ 7. എടാ 2/7. ഇതാ നമ്മൾ തിരക്കി വന്നവനുണ്ട് ഇവിടെ. 2/7 ഉണ്ട് ഇവിടെ. കണ്ടോ? എടാ ഇവനാണ് ഉത്തരം. മനസ്സിലായോ? ഇവനാണ് ഉത്തരം. ഇനി സപ്പോസ് ഇതില്ല മക്കളെ, 2/7 ഇല്ല. എടാ ഞാൻ ഇതാ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് 2/7 ആണ്. 4/14 എന്ന് പറഞ്ഞാൽ 2/7. ഇനി നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം മക്കളെ, മുകളിൽ മാത്രം 2 0 താഴത്തെ സംഖ്യ. മുകളിൽ മാത്രം 2 0 താഴത്തെ സംഖ്യ. 100/4 എനിക്കറിയാം. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 25. 100/3 കണ്ണുടച്ച് പറയാം 33. പോയിന്റ് 3 ഒന്നും എടുക്കണ്ട, 33 എടുത്താൽ മതി. എണ്ണൽ സംഖ്യ എടുത്താൽ മതി. മനസ്സിലായി? 25നും 33നും ഇടയ്ക്കുള്ള സംഖ്യ കണ്ടുപിടിക്കണം. ഇവിടെ എന്ത് ചെയ്തോ അത് തന്നെ ഇവിടെ.
മേളിൽ മാത്രം 0 ചേർക്ക് 400/7. മുകളിൽ മാത്രം 0 ചേർക്ക് 200/5. ഇതിനെ ഒന്ന് വെട്ടിച്ചെറുതാക്കാം, എന്നിട്ട് മുകളിൽ 0 ചേർക്കാം. വെട്ടിച്ചെറുതാക്കുമ്പോൾ 2/7. ഓക്കെ, 2/7. മുകളിൽ മാത്രം 0 ചേർക്കുന്നു, താഴത്തെ സംഖ്യ. മുകളിൽ മാത്രം 2 0 ചേർക്കുന്നു, താഴത്തെ സംഖ്യ. വെട്ടാം. 7-നകത്ത് 7 ഒരു തവണ, 40-നകത്ത് 7 5 തവണ 35, 5 തവണ. ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. കാര്യം എന്താ? 25-ൻ്റെയും 33-ൻ്റെ ഇടയ്ക്കുള്ള സംഖ്യ നമുക്ക് വേണ്ടത്. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മക്കളെ 50-ൽ തുടങ്ങുന്ന സംഖ്യ കിട്ടത്തില്ലേ? 50 അല്ലേ? ശരി, എങ്കിലും നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. എടാ, പരീക്ഷാ ഹാളിൽ നിങ്ങൾ ബാക്കി ഇത് ചെയ്യാൻ പോകരുത്. ക്ലിയർ ആണേ? ഒന്നുകൂടെ. 7-നകത്ത് 7 ഒരു തവണ, 40-നകത്ത് 7 5 തവണ 35, ശിഷ്ടം 5, ബാക്കി 5 കൊടുത്ത് വീണ്ടും ഇവിടെ കൊടുത്താൽ 50-നകത്ത് 7 7 7 49, 50-നകത്ത് 7 7 തവണ 49, 57. 25-ൻ്റെയും 33-ൻ്റെ ഇടയ്ക്കല്ല. 5-നകത്ത് 5 ഒരു തവണ, 20-നകത്ത് 4 തവണ. 40-ൽ തുടങ്ങുന്നൊരു സംഖ്യ കിട്ടും മക്കളെ. 25-ൻ്റെയും 33-ൻ്റെ ഇടയ്ക്കാണോ 40-ൽ തുടങ്ങുന്ന സംഖ്യ? 40-ൽ അല്ല. ഇതും അല്ല, ചെയ്യണ്ട. എങ്കിലും ഒരു ഭംഗിക്ക് ഞാനങ്ങ് ചെയ്യുമോ? ഒന്നുകൂടെ. 5-നകത്ത് 5 ഒരു തവണ, 20-നകത്ത് 5 4 തവണ. ഓക്കെ, 20 തീർന്നു. ഈ 0 അങ്ങനെ തന്നെ 40. 7-നകത്ത് 7 ഒരു തവണ, 20-നകത്ത് 7 2 14, 7 2 തവണ 14. അപ്പോൾ നമുക്ക് വേണം 20 തുടങ്ങുന്നത്. 7 2 14. മക്കളെ ശിഷ്ടം ഇവിടെ 6. 20-നകത്ത് 14 കഴിഞ്ഞാൽ ബാക്കി 6. 6 ഇവിടെ കൊടുത്താൽ 60 ആയി. 60. 60-നകത്ത് 7 7 8 തവണ 56. 7 8 തവണ 56. 60-നകത്ത് 7 8 തവണയാകുമ്പോൾ 56 മതി. 28 കിട്ടി. 28. എടാ, 25-ൻ്റെയും 33-ൻ്റെ ഇടയ്ക്കല്ലോടാ 28 ആണ്. 25-ൻ്റെയും 33-ൻ്റെ ഇടയ്ക്കാണ് 28. മക്കളെ, ഇവനാണ് ഉത്തരം. ശരി, ഇതോടെ ചെയ്ത് നോക്കാം. 5-നകത്ത് 5 ഒരു തവണ, 10-നകത്ത് 2 തവണ. 0 അങ്ങനെ തന്നെ. 20. 25-ൻ്റെയും 33-ൻ്റെ ഇടയ്ക്കല്ല 20. 25-ൻ്റെയും 33-ൻ്റെ ഇടയ്ക്കല്ല 20. നമ്മുടെ ശരി ഉത്തരം 4/14. കഴിഞ്ഞു. ഇനി നിങ്ങൾ പറ, ഇതിനകത്ത് നിന്ന് ഏറ്റവും വലുത് ടക്കനെന്ന് പറയാം. 57, അതായത് 4/7. ഏറ്റവും ചെറുത് വേഗത്തിൽ പറയാം, 1/5. ആരോഹണം വേണേ എഴുതാം, അവരോഹണം വേണേ എഴുതാം. ശരിയല്ലയോ? പറഞ്ഞാൽ മനസ്സിലായോ? ശരിതാ, അടുത്ത ചോദ്യത്തിലോട്ട്. ചുവടെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഓക്കെ, ഇത് ശരിക്കും കുറച്ച് ആളുകൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ആരോഹണ ക്രമം ശരിക്കും കുറച്ച് ആളുകൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ആരോഹണ ക്രമം എഴുതാൻ പറയുമ്പം മക്കളെ ആദ്യത്തേതാ ഈ 2 സംഖ്യകളെ ക്രോസ് ഗുണിക്കും അല്ലേ? 11 3 33, 7 8 56. ഇവിടെ ക്രോസ് ഗുണിക്കും 11 4 44, 9 5 45. ഓക്കെ, 2 ക്രോസ് ഗുണം കഴിഞ്ഞേ. ഇത് എടുത്തെഴുതി 2 ക്രോസ് ഗുണം കഴിഞ്ഞ് 2 ജോഡി ക്രോസ് ഗുണിച്ചിപ്പം 2 ജോഡിയായി. എന്നിട്ട് ഇവിടുത്തെ വലുതിനെ കണ്ടുപിടിച്ച്. ഓക്കെ, അല്ല, ഇവിടുത്തെ നമുക്ക് ആരോഹണം ഏറ്റവും ചെറുതിനെ എടുക്കാം. ഇവിടുത്തെ ചെറുത് മക്കളെ 3/8, അവിടുത്തെ ചെറുത് 4/9. വീണ്ടും ഇതിനകത്ത് ആരാ ചെറുതെന്ന് കണ്ടുപിടിക്കാൻ. 8 4 32 ഇങ്ങനെ, 9 3 27 ഇങ്ങനെ. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും ചെറുത് ഇതാ 3/8. അടുത്തത് മക്കളെ 4/9 ചെറുത്. അപ്പം ഈ 2 ചെറുതിനെ കിട്ടി. ഇനി അടുത്ത 2 പേരുണ്ട്. ആരൊക്കെയാണ്? 7/11 പിന്നെയും കിടക്കുക. 7/11, 5/11. ഇവിടെ ഇപ്പോൾ 2ഉം 11 വേറെ മാർഗമുണ്ട്. 55 77. ഇപ്പോൾ ഇവിടുത്തെ വലുത് 5/11, 7/11. ഇങ്ങനെ ഇതിപ്പോൾ വേഗത്തിൽ പറ്റും, ഇതിപ്പോൾ വേഗത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലായിടത്തും ഇത് ഇത്ര വേഗത്തിൽ നടക്കത്തില്ല. കുറച്ചുകൂടെ ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മക്കളെ, ആരോഹണം ചോദിച്ചാലും അവരോഹണം ചോദിച്ചാലും വലുത് ചോദിച്ചാലും ചെറുത് ചോദിച്ചാലും ഇടയിലുള്ള ഭിന്നസംഖ്യ ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ മാത്രം 2 0 ചേർക്കുക, താഴത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക. ഇങ്ങനെ 300/8, 700/11, 400/9, 500/11. ഓക്കെ, വെട്ടുക. 8-നകത്ത് 8 ഒരു തവണ, 30-നകത്ത് 8 3 24, 8 3 തവണ 24, ശിഷ്ടം 6. 60-നകത്ത് 8 7 തവണ 56. 11-നകത്ത് 11 ഒരു തവണ, 70-നകത്ത് 6 വട്ടം 66, ശിഷ്ടം 4. 40-നകത്ത് 3 വട്ടം 33. 9-നകത്ത് 9 ഒരു തവണ, 40-നകത്ത് 9 4 36, 9 4 36, ശിഷ്ടം 4. 40-നകത്ത് വീണ്ടും 9 4 തവണ 36. 11-നകത്ത് 11 ഒരു തവണ, 50-നകത്ത് 4 തവണ 44, ശിഷ്ടം 6. 60-നകത്ത് 5 തവണ 55. കണ്ടോ?
കണ്ണും പൂട്ടി എഴുതാം. ഏറ്റവും നമുക്ക് വേണ്ടത് ആരോഹണം എന്ന് പറഞ്ഞാൽ ചെറുതിൽ തുടങ്ങി വലുതിൽ അവസാനിക്കണം. ചെറുതിൽ തുടങ്ങി വലുതിൽ അവസാനിക്കണം. ചെറുതിൽ തുടങ്ങണം. ഏറ്റവും ചെറുത് 37 മക്കളെ, അതായത് 3/8 ഏറ്റവും ചെറുത്. അതിനുശേഷം 44, അപ്പം 4/9 ആണ് അടുത്ത ചെറുത്. പിന്നെ 45, അപ്പോൾ 5/9, 5/11. അടുത്തത് ഏറ്റവും വലുത് 7/11, 7/11. ഇതാണ് മക്കളെ ആരോഹണക്രമം. ഇതാണ് ആരോഹണക്രമം. മനസ്സിലായോ? പറഞ്ഞിട്ട് പിടികിട്ടിയോ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. ഒന്നുമില്ല, ചുവടെ തന്നിരിക്കുന്ന സംഖ്യകളിൽ വലുതേത്? കണ്ണുടച്ച നമ്മളെ കൊണ്ട് എഴുതും. പറ. 500/9, 200/3, 600/7, 900/11. ഓക്കെ, നോക്കാം. 9 ഒരു തവണ 9545. ഓക്കെ, ബാക്കി 5. 50 വീണ്ടും 9545. 3 ഒരു തവണ 20 6 3 18. ശിഷ്ടൻ 2, 20 വീണ്ടും 6 വട്ടം. 7 7 ഒരു തവണ 7 8 തവണ 56. ശിഷ്ടൻ 4, 40 7 5 35. 11 11 ഒരു തവണ 90 8 തവണ 88. ശിഷ്ടൻ 2, 20 ഒരു തവണ. കഴിഞ്ഞ് ഏറ്റവും വലുത് 85 എന്ന് പറഞ്ഞാൽ 6/7. ഇവിടെ ഏറ്റവും വലുത് 6/7. കഴിഞ്ഞ്. എളുപ്പമല്ലേ? പറഞ്ഞിട്ട് മനസ്സിലായോ? ക്രോസ് ഗുണിക്കാൻ ഒന്നും പോകണ്ട. പിടികിട്ടിയോ മക്കളെ? ഉറപ്പായിട്ടും 10th പ്രിലിംസിനും കമ്പനി ബോർഡ് LGS മെയിൻസിനും ഈ ഒരു ചോദ്യം വരും. ഇടയിലുള്ള ഭിന്നസംഖ്യ എഴുതുക, അല്ലെങ്കിൽ വലുത് എഴുതുക, അല്ലെങ്കിൽ ചെറുതെഴുതുക, അല്ലെങ്കിൽ ആരോഹണ ക്രമം എഴുതുക, അല്ലെങ്കിൽ അവരോഹണ ക്രമം എഴുതുക. ഓക്കെ ആണോ? സെറ്റായോ? നമുക്ക് അടുത്ത ഒരു കിടുക്കൻ ചോദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ചോദ്യമായിട്ട്, ഉറപ്പിച്ച മാർക്കുമായിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ആയിട്ട് തോന്നുന്നത് എന്നും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.